ഓക്കെ കുട്ടികളെ, നമുക്ക് കഴിഞ്ഞ ദിവസം തന്ന അഡീഷണൽ വർക്കിൻ്റെ ആൻസറാണ് പറയുന്നത്. ഫിഗർ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഈ ഫിഗർ വെച്ചിട്ടാണ് നമ്മളോട് ആൻസർ ചെയ്യാൻ പറഞ്ഞത്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ? അതിൽ ആ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇൻ ദ ഫിഗർ എ ബി ഈസ് ദ ഡയാമീറ്റർ ഓഫ് എ സെമി സർക്കിൾ വിച്ച് ഈസ് എ ബി. എ ബി ഈസ് ഹിയർ, എ ബി ഈസ് ഹിയർ. ലിസൺ ഹിയർ, എ ബി ഇതാണ് അല്ലേ. എ ബി ഈസ് എ ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബി ആണ് ഇത്. എന്നിട്ട് പറഞ്ഞു 3 angles x, y, z are marked outside on the semicircle and inside the semicircle. x, y, z ഇങ്ങനെ 3 ആംഗിൾസ് അതിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മളോട് പറഞ്ഞത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വൈ അല്ലേ. അപ്പോൾ നോക്കുക എങ്ങനെ വൈൻ്റെ വാല്യൂ നമ്മൾ കാണാം. വൈൻ്റെ വാല്യൂ വെരി ഈസിയാണ്. y = 90 ഡിഗ്രി. വാട്ട് ഈസ് ദ റീസൺ? നോക്കുക, AB is the diameter of the semicircle and AC and BC are two lines that they are coming from the last point അല്ലെ. ഏറ്റവും അവസാനത്തെ ബിന്ദുവിൽ നിന്ന് AB-യുടെ എൻഡ് പോയിൻറ്റ്സിൽ നിന്ന് വൃത്തത്തിൻ്റെ സെമി സർക്കിളിൻ്റെ ഒരു പോയിന്റിലേക്കാണ് ഇവർ രണ്ടുപേരും വന്ന് കൂട്ടിമുട്ടിയിട്ടുള്ളത്. AC and BC ആർ ഓൺ ദി സർക്കിളാണ്. എ സിയും ബി സിയും എന്താണ്? ഈ ഡയാമീറ്ററിൻ്റെ അവസാന ബിന്ദുവിൽ നിന്ന് വരച്ച 2 വരകളാണ്. അത് സി എന്ന പോയിന്റിൽ മുട്ടിയപ്പോൾ അവിടെ എന്തുണ്ടായി? അതൊരു റൈറ്റ് ആംഗിൾ ആവും എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. ആൻഡ് ആൾസോ ഈ ഫിഗറിലും നമുക്കത് മാർക്ക് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ആംഗിളിൻ്റെ ചിഹ്നം തന്നെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ y = 90 ഡിഗ്രി. റീസൺ എന്താണ്? ഇഫ് 2 lines are drawing from the end points of a diameter of a semicircle, if they are meet at the point on the circle, there will form an right angle അല്ലേ. ഒരു അർദ്ധവൃത്തത്തിൻ്റെ ഡയാമീറ്റർ, വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കളിൽ നിന്ന് വരക്കുന്ന 2 വരകൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിലാണ് കൂട്ടിമുട്ടുന്നതെങ്കിൽ ആ കോണ് മട്ടകോണായിരിക്കും എന്ന ആശയം വെച്ചിട്ട് നമുക്ക് y = 90 ഡിഗ്രി എന്ന് എഴുതാൻ വളരെ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ക്വസ്റ്റ്യൻ നമ്പർ ബി. എന്താ ബി? If x, y, z are in the arithmetic sequence, then what is x plus z അല്ലേ. എക്സും വൈയും സെഡും ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണെങ്കിൽ എക്സ് പ്ലസ് സെഡ് എന്തായിരിക്കും? നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണിയിലെ 3 പദങ്ങളാണുള്ളതെങ്കിൽ in an arithmetic sequence there is 3 terms are there, then what is the relation between these two? നമുക്കറിയാം, ആദ്യ പദവും അവസാന പദവും കൂട്ടുന്നത് സം ഓഫ് ദി ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു എന്താണ് മിഡിൽ ടേമിൻ്റെ 2 മടങ്ങ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂട്ടിയതിന് തുല്യമായിരിക്കും അല്ലേ. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചത്. 2y = x plus z. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് സെഡ് ആണ്. ഫൈൻഡ് ദ സം ഓഫ് വാട്ട് ഈസ് എക്സ് പ്ലസ് സെഡ് എന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആ റിലേഷൻ അറിയാം. എന്താണ്? മിഡിൽ ടേമിൻ്റെ 2 times ഈസ് ഈക്വൽ ടു വാട്ട്? സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ടേം അല്ലേ. അപ്പോൾ നമ്മളോട് ചോദിച്ചത് എക്സ് പ്ലസ് സെഡ് എന്താണെന്നാണ്. അപ്പോൾ 2 × y നമ്മൾ ഓൾറെഡി നമുക്കറിയാം 90 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി. എക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇത്രേ നമ്മൾ കാണണ്ടുള്ളൂ അല്ലേ. എക്സും സെഡും കൂട്ടിയാൽ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. വാട്ട് ഈസ് ദ റീസൺ? നമുക്കറിയാം, ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ എണ്ണം 3 എണ്ണമാണെങ്കിൽ, അല്ലെങ്കിൽ തുടർച്ചയായി വരുന്ന ഒരു സമാന്തര ശ്രേണിയിൽ തുടർച്ചയായി പോകുന്ന 3 പദങ്ങൾ എടുത്താൽ അതിലെ ആദ്യത്തെ പദവും 3ാമത്തെ പദവും തമ്മിൽ കൂട്ടുന്നത് എന്തായിരിക്കും? 2ാമത്തെ പദത്തിൻ്റെ 2 മടങ്ങിന് തുല്യമായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ 2y എന്ന് പറഞ്ഞാൽ ഇവിടെ 2 × 90 180 ഡിഗ്രി. അപ്പോൾ എക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ സി ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ സീക്വൻസ് ഈസ് 50, ദെൻ ഫൈൻഡ് എക്സ് ആൻഡ് സെഡ് അല്ലേ. കോമൺ ഡിഫറൻസ് 50 ആണെങ്കിൽ എക്സും സെഡും കാണാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ എക്സ് അറിയില്ല, വൈ നമുക്കറിയും, എത്രയാണ്? 90 ഡിഗ്രിയാണ്. സെഡും നമുക്കറിയില്ല. എപ്പോഴാണ് അറിയാത്തത്? കോമൺ ഡിഫറൻസ് ഡി ആകുമ്പോൾ. അപ്പോൾ ഡി മിഡിൽ ടേം 90 ആണെങ്കിൽ അതിൽ 1ാമത്തെ ടേം എന്താ വരിക? എക്സ് എന്താ വരിക? എക്സിൻ്റെ സ്ഥാനത്ത് വരും 90 - 50. പിന്നെ അടുത്തത് 90
അല്ലേ? y ഈക്വൽ ടു 90, z ഈക്വൽ ടു എന്താ വരിക? 90 പ്ലസ് 50 ആ വരിക. അപ്പോൾ എന്ത് വരുന്നു? 90 മൈനസ് 50 എന്ന് പറയുന്ന 40, 90, 140. ഇതാണ് ആൻസർ വരിക. അപ്പോൾ കറക്റ്റ് ആയില്ലേ? നോക്കുക. അപ്പോൾ ആൻസർ എന്താണ്? 40, 90, 140. ദാറ്റ് ഈസ് ദ സീക്വൻസ്. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം തന്ന രണ്ടാമത്തെ അഡീഷണൽ വർക്കിൻ്റെ ആൻസറാണ്. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, കൺസ്ട്രക്ട് വിത്ത് വെർട്ടീസസ് ആർ ഓൺ ദ സർക്കിൾ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ. ഫസ്റ്റ് നമ്മോട് പറഞ്ഞത് എന്താണ്? 3 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ വരയ്ക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം കോമ്പസിൽ 3 cm മാർക്ക് ചെയ്യും അല്ലേ? കോമ്പസിൽ കറക്റ്റ് 3 cm എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഡ്രോ എ സർക്കിൾ വിത്ത് റേഡിയസ് 3 cm. ഫസ്റ്റത്തെ നമ്മളെ വർക്ക് അതാണ്. 3 cm ആരമുള്ള ഒരു സർക്കിൾ വരക്കണം. സോ വി ഡൺ ദാറ്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 3 cm റേഡിയസ് ഉള്ള ഒരു സർക്കിളാണിത്. ഇനിയോ കൺസ്ട്രക്ട് എ സ്ക്വയർ വിത്ത് വെർട്ടീസസ് ആർ ഓൺ ദ സർക്കിൾ. സർക്കിളിൽ വെർട്ടീസസ് വരുന്ന, സർക്കിളിൻ്റെ മുകളിൽ വെർട്ടീസസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഓരോ മൂലകളും വരുന്ന ഒരു സ്ക്വയർ കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്? അതിൻ്റെ സൈഡുകൾ എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. ഇത് വളരെ ഈസിയാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ പേരും പറഞ്ഞിട്ട് ABCD. നമ്മൾ ഡയാമീറ്റർ വരച്ചു. ഈ സർക്കിളിന് ഒരു ഡയാമീറ്റർ വരച്ചു. അപ്പോൾ നമുക്കറിയാം 3 cm ആയിരിക്കും റേഡിയസ്, ഡയാമീറ്റർ 6 cm ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടുള്ള ദൂരം 3 cm ആയിരിക്കും. 3 cm ആയിരിക്കും അല്ലേ? സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തു. എഗെയിൻ നമ്മൾ എന്ത് ചെയ്തു? ഇതിന് ഓപ്പോസിറ്റിൽ പെർപെൻഡിക്കുലർ ആയിട്ട്, ഇതേ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് മറ്റൊരു ഡയാമീറ്ററും വരച്ചു. അപ്പോൾ ABCD വി ഗോട്ട് 2 ഡയാമീറ്റേഴ്സ്. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? വളരെ ഈസിയാണ്. ഈ ഡയാമീറ്റേഴ്സിൻ്റെ എല്ലാ എൻ പോയിൻറ്റ്സിനെ പരസ്പരം ജോയിൻ ചെയ്യിപ്പിച്ചാൽ മതി. പരസ്പരം ജോയിൻ ചെയ്തിപ്പിച്ചാൽ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? ഒരു സ്ക്വയറാണ് കിട്ടാൻ പോകുന്നത്. എല്ലാം കറക്റ്റായിട്ട് ജോയിൻ ചെയ്താൽ വി വിൽ ഗെറ്റ് എ സ്ക്വയർ. നോ വി ഗോട്ട് എ സ്ക്വയർ. എന്താണ് സ്ക്വയറിൻ്റെ പേര്? ACBD അല്ലെ ABCD, ഏതായാലും കുഴപ്പമില്ല. ACBD ആണ് വരിക, അല്ലെ ADBC ആണ് വരിക. സ്ക്വയർ കിട്ടി. നോക്കുക. അപ്പോൾ ഇതൊരു സ്ക്വയറാണ്. നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ? AB എന്ന് പറയുന്ന ഒരു ഡയാമീറ്ററും CD എന്ന് പറയുന്ന ഒരു ഡയാമീറ്റർ പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. അപ്പോൾ ഈ ലെങ്ത് റേഡിയസ് 3 cm ആണ്. ഈ ലെങ്ത്തും 3 cm ആണ്. ഈ ലെങ്ത്തും 3 cm ആണ്. ഈ ലെങ്ത്തും 3 cm. ഈ ലെങ്ത്തുകളാണ് നമ്മളോട് നമുക്ക് ഈ ലെങ്ത്ത്, ഈ ACയും BDയും കിട്ടിയാലോ ഇനി നമുക്ക് ഇതിൻ്റെ ഏരിയ കാണാൻ പറ്റുള്ളൂ അല്ലേ? അതിന് വളരെ ഈസിയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചോദ്യത്തിൽ പറഞ്ഞ പോലെ 3 cm റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അതിന് 2 ഡയാമീറ്റേഴ്സ് പെർപെൻഡിക്കുലറായിട്ട് വരച്ചു. അപ്പോൾ നമുക്കറിയാം റേഡിയസ് ഒക്കെ 3 cm. അപ്പോൾ എല്ലാ സ്ക്വയറും ഇപ്പോൾ എന്തായി? ഓരോ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളും കൂടെയാണ്. നോക്കുക. ഇത് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ദിസ് ഈസ് ആൾസോ എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. നമ്മളോട് കാണാൻ പറഞ്ഞത് ഇതിൻ്റെ ഏരിയ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് എന്തേ വേണ്ടുള്ളൂ? ഒരു വശത്തിൻ്റെ അളവ് കിട്ടിയാൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് AC കണ്ടുപിടിക്കാൻ പറ്റും ഇതിന്. ഹൗ വി വിൽ ഫൈൻഡ് AC ഹിയർ? AC എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് ആണ്. വി നോ ദിസ് ഈസ് എ റൈറ്റ് ആംഗിൾ. ഇതൊരു റൈറ്റ് ആംഗിൾ ആണ്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിൻ്റെ 2 വശങ്ങൾ അറിഞ്ഞാൽ മൂന്നാമത്തെ വശം കാണാൻ വളരെ ഈസിയാണ്. എന്താ ചെയ്യുക? AC സ്ക്വയർ ഈസ് ഈക്വൽ ടു AO സ്ക്വയർ പ്ലസ് CO സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ AC സ്ക്വയർ എന്താ വരിക? AO ലെങ്ത് നമുക്കറിയാം 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഇസ് ഈക്വൽ ടു AC സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 പ്ലസ് 9 ഈക്വൽ ടു 18 അല്ലേ? അപ്പോൾ ഇന്ന് AC എന്താ വരിക? AC ഈസ് ഈക്വൽ ടു √18. √18 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും എന്നുള്ള രീതിയിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതിനെന്താ ചെയ്യുക? 18 എന്ന് പറയുന്ന സ്ക്വയർ റൂട്ട് ഓഫ് 2 × 9 എന്ന് എഴുതാം അല്ലേ? ക്ലിയർ അല്ലേ? 2 × 9 ഈസ് ഈക്വൽ ടു 18. 9 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ 9ൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ 3 എന്ന് കിട്ടും. 2ന് ഇറ്റ് ഈസ് നോട്ട് എ സ്ക്വയർ നമ്പർ, സോ ഇറ്റ് വിൽ ബി √2. അപ്പോൾ AC എന്ന് പറയുന്നത് 3√1. ഈ വശം എന്ന് പറയുന്നത് 3√1.
3√2 ആണ്. അപ്പോൾ ഈ വശവും 3√2 തന്നെയാണ്, ഈ വശവും 3√2 തന്നെയാണ്, √2 തന്നെയാണ്, ഈ വശവും 3√2. അപ്പം എല്ലാ വശവും നമുക്ക് കിട്ടി അല്ലേ. ഇനി ഇതിൻ്റെ സ്ക്വയർ ഏരിയ കാണാമല്ലോ. ഏരിയ ഓഫ് ദി സ്ക്വയർ, ഏരിയ ഈക്വൽ ടു എന്ത് വരും? 3√2 ഇൻറ്റു 3√2 അല്ലേ. അപ്പോൾ എന്താ വരിക? 3 ഇൻറ്റു 3 9. പിന്നെ 2 ഇൻറ്റു √2 എന്തായി മാറും? 2 ആയിട്ട് മാറും അല്ലേ. അതിൻ്റെ സ്ക്വയർ റൂട്ട് ഔട്ടാവും. അപ്പോൾ എന്ത് വരും? 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിൻ്റെ ഏരിയ വരിക. തീർന്നോ കൺഫ്യൂഷൻ? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? സ്ക്വയർ 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ വരച്ചു. എന്നിട്ട് അതിനെന്ത് ചെയ്തു? അതിന് ഡയാമീറ്റേഴ്സ് വരച്ചു പെർപെൻഡിക്കുലറായിട്ട്. അപ്പോൾ നമുക്ക് ആ ഡയാമീറ്റേഴ്സ് എല്ലാം കൂടെ യോജിപ്പിച്ചോ അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു സ്ക്വയർ കിട്ടി. ഇനിയോ ഈ സ്ക്വയറിൽ നമുക്ക് ഹൈപ്പട്ടന്യൂസ് അല്ലാത്ത എല്ലാ വശങ്ങളും ആ സ്ക്വയേഴ്സിനൊക്കെ നമ്മൾ എന്താക്കി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഹൈപ്പട്ടന്യൂസ് അല്ലാത്ത വശങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് അതിൻ്റെ ഹൈപ്പട്ടന്യൂസിൻ്റെ ലെങ്ത്ത് 3√2 എന്ന് കണ്ടെത്തി. അപ്പോൾ എല്ലാ സ്ക്വയറിൻ്റെയും 3√2 തന്നെ, ആ സ്ക്വയറിൻ്റെ എല്ലാ വശങ്ങളുടെയും അളവ് 3√2 തന്നെയാണ്. അപ്പം ഇനി അതിൻ്റെ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? 3√2 ഇൻറ്റു 3√2 ചെയ്താൽ മതി അല്ലേ. 3 ഇൻറ്റു 3 9, √2 ഇൻറ്റു √2 2. അതായത് ഇന്ന് √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്ത് പോവും? ആ റൂട്ട് അങ്ങോട്ട് ഒഴിവാകും. അപ്പോൾ 9 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ക്ലിയർ അല്ലേ?